ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് എൻ്റെ കയ്യിലുള്ളത്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹുവിന്റെ കിതാബ് അൽ ഇസ്തിആബ് ഫീ അസ്മാഇൽ അസ്ഹാബ് എന്ന കിതാബാണ്. ഇതിന്റെ 499-ാമത്തെ പേജ്, 499-ാമത്തെ പേജ്. അതിൽ കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ, ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കല്യാണം കഴിക്കാൻ പെങ്കട്ട് പറയുന്നു. ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിക്കാൻ മംഗലാവാം, എനിക്ക് കെട്ടിച്ചു തരണോ? ഖതബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മ കുൽസൂം ബിൻത അബീ ബക്കർ ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിന്റെ അരികിലേക്കാണ്, ആയിഷ ബീവിയോടാണ് കാര്യം പറയുന്നത്. നിങ്ങളെ സഹോദരിയാകുന്ന ഉമ്മു കുൽസൂമിനെ എനിക്ക് കെട്ടിച്ചു തരുമോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അതേ, നിങ്ങൾക്ക് കെട്ടിച്ചു തരാം. എന്റെ സഹോദരിയല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം. അങ്ങനെ ഫലമ്മാ ദഹബ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ കാര്യം പറഞ്ഞു പോയപ്പോ ഖാലത്തിൽ ജാരിയത്തു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയോട് പറയുകയാണ്, തുസവ്വിജീനി ഉമറ, ഓ നിങ്ങൾ എന്നെ ഉമറുൽ ഖത്താബിനിക്ക് കെട്ടിച്ചു കൊടുക്കുകയാണോ? എന്നെ നിങ്ങൾ ഉമറുൽ ഖത്താബിന് വിവാഹം ചെയ്തു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? വഖദ് അറഫ്തി ഗീറതഹു, നിങ്ങൾക്കറിയാമല്ലോ ഉമറുൽ ഖത്താബിനെ. ആ ഉമറുൽ ഖത്താബ് വലിയ സ്ട്രോങ് ആയ മനുഷ്യനാണ്, വലിയ കടുപ്പത്തിന്റെ മനുഷ്യനാണ്. ഞാൻ ഒരു പാവപ്പെട്ട പെണ്ണാണ്, എന്നെ നിങ്ങൾ ഉമറുൽ ഖത്താബിന് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണോ? വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം. ആരാണിത് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം, ലഇൻ ഫഅൽതി ആയിഷ, നിങ്ങളെങ്കാലും എന്നെ ഉമറുൽ ഖത്താബിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഅഖ്റുജന്ന ഇലാ ഖബ്രി റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് പോകും. വല അസ്വീഹന്ന ബിഹി, ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി നബിയോട് ഞാൻ എന്റെ കംപ്ലൈന്റ് പറയും. ആയിഷ, ഞാൻ എന്റെ കേസ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി പറയും. ഏത് റസൂലുള്ളാഹ് വഫാത്തായി ഖബർ ഷരീഫിന്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മുത്തുനബിയുടെ ഖബറിന്റെ അടുത്ത് പോയി നബിയോട് പറയും, ആയിഷ, എന്നെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണ്ട, കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ നബിന്റെ ഖബറിനടുത്ത് പോയി നബിയോട് കേസ് കൊടുക്കും. ആയിഷ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ പറയാ, ഇത് ശിർക്ക. വഹാബിന്റെ ഭാഷയിൽ എന്തായി? ഉമ്മു കുൽസൂം ആരായിപ്പോ? ആരായി? എന്താ മിണ്ടുന്നില്ല? വഹാബിന്റെ സലഫിന്റെ ആശയപ്രകാരം ഉമ്മു കുൽസൂം എന്തായി? മുശ്രിക്കായില്ലേ? ഇസ്ലാം ഔട്ട്. എന്തുകൊണ്ട്? നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി നബിയോട് സങ്കടം പറഞ്ഞു, കേസ് കൊടുത്തു. നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ടാ പറയുന്നത്,
ഞാൻ പറയുമെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്കൊന്നും ഈ സലഫികളെ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. ഇത് ഉദ്ധരിക്കുന്നത് ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു ആണ്. ലോകത്ത് അറിയപ്പെട്ട വലിയ മുഹദ്ദിസാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു. അയാൾക്കും തിരിഞ്ഞില്ല ഇത് ശിർക്കാണെന്ന്. ആകെ തിരിഞ്ഞത് സലഫികൾക്കാണ്. അവർക്കൊന്നും ഇത് തിരിഞ്ഞില്ല. അവർക്ക് ദീനേ മനസ്സിലായിട്ടില്ല. ആർക്ക്? ഈ മുൻഗാമികളായ ഇമാമീങ്ങൾക്കൊന്നും തൗഹീദും തിരിഞ്ഞില്ല, ദീനും മനസ്സിലായില്ല, ശിർക്ക് മനസ്സിലായില്ല. ആകെ ലോകത്ത് മനസ്സിലായത് ഈ 4 ഏതാനും കുറച്ച് ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഇപ്പൊ ദീന് മനസ്സിലായത്. തൗഹീദും ശിർക്കും ഇപ്പൊ അവർക്കാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ 11 കൊല്ലക്കാലം പഠിച്ചിട്ടുണ്ട്.